പലരും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് ഞാനൊരുത്തനെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും എന്തിനാണ് ഞാൻ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്? ഗുരുക്കന്മാരാകാൻ യോഗ്യതയില്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കുന്ന മന്ത്രങ്ങൾ ഈ ജന്മത്തിൽ തെളിഞ്ഞു കിട്ടാൻ യോഗമില്ലാത്ത നിർഭാഗ്യവാന്മാരും ഉണ്ടാവട്ടോ. ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലം കൂടി ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമസ്കാരം. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പഠനത്തെ സംബന്ധിച്ച ചില ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങളുടെയും പങ്കാളിത്തം വളരെ അനിവാര്യമാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും നിങ്ങൾക്ക് മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നടത്താനുള്ളത്. അതിന് മുൻപായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി അംഗീകരിക്കേണ്ടി വരും. അതായത് നമ്മൾ ഓരോരുത്തർക്കും മുജ്ജന്മങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ ചിലപ്പോൾ മനുഷ്യനായിട്ടോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളായിട്ടോ നമ്മൾ ജനിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ ക്ലാസ്സുകളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ എന്ന് പറയാനുള്ള കാരണം. ഇനി രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലം കൂടി ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഓരോ ജന്മങ്ങളും നിരവധി എപ്പിസോഡുകൾ പോലെ തുടർച്ചകളാണ് എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത് പറയാൻ കാരണം പലരും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് ഞാനൊരുത്തനെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും എന്തിനാണ് ഞാൻ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്ന്. ചിലപ്പോ മുജ്ജന്മത്തിൽ ചെയ്തതിന്റെ ഫലമായിരിക്കും നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്ന് പറയാനേ നമുക്ക് സാധിക്കൂ. മുജ്ജന്മ പാപം എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. ഇനി നാലാമതായിട്ട് നമുക്ക് ആത്മീയതയിലേക്ക് കടക്കാം. അതായത് എല്ലാ മനുഷ്യർക്കും ഈ ജന്മത്തിൽ പൂർണ്ണത കിട്ടണം എന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതി, അതുമല്ലെങ്കിൽ വിജയം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുജ്ജന്മത്തിലെ ഉപാസനയുടെ തുടർച്ചയായിരിക്കണം ഈ ജന്മത്തിൽ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത്. അതായത് എല്ലാ വ്യക്തികൾക്കും മുജ്ജന്മത്തിൽ ഉപാസന ഉണ്ടായിരുന്നിരിക്കും. അതേ മൂർത്തിയുടെ ഉപാസന നമ്മൾ ഈ ജന്മത്തിൽ തുടർന്നു കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഭാഗ്യമുള്ളവർക്ക് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. വേറെ ചിലർക്ക് അതും ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാർ വഴി, അതായത് അവരുടെ ഉപദേശപ്രകാരം ലഭിക്കും. ഇനി അതുമല്ലെങ്കിൽ ജ്യോതിഷം വഴി കണ്ടെത്താനുള്ള മാർഗങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊന്നും ജനിക്കുമ്പോൾ തന്നെ ഒന്നും സംഭവിക്കില്ല കേട്ടോ. സമയമാകുമ്പോൾ അത് താനെ നിങ്ങളിലേക്ക് എത്തും. ഇപ്പോ നമ്മുടെ മഹാമണ്ഡപനിലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുടെ കാര്യം തന്നെ കണ്ടില്ലേ. അദ്ദേഹത്തിന്റെ പൂർവാശ്രമം എന്തായിരുന്നു, ഇപ്പോ അദ്ദേഹം എന്താണ് എന്നുള്ളത് മാത്രം നോക്കിയാൽ തന്നെ മതിയല്ലോ. അതിന് നമ്മൾ നിയോഗം എന്നൊക്കെ പറയും എന്നുണ്ടെങ്കിലും ഇതിന് പിന്നില് പല സത്യങ്ങളുമുണ്ട്, ശാസ്ത്രവുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പാശ്ചാത്യരൊക്കെ ഈ സത്യം അംഗീകരിച്ച് പലരും ആത്മീയ പാതയിലേക്ക് എത്തിത്തുടങ്ങി. പക്ഷെ നമ്മുടെ ഭാരതീയര് ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പൊ ധാരാളം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇനി അതൊന്ന് ചിട്ടയായ രീതിയിലാക്കുക, അതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോ പ്രധാനമായിട്ട് പറഞ്ഞു വന്നത് മന്ത്രജപത്തെ കുറിച്ചാണ്. അതിനു വേണ്ടിയാണ് ഇത്രയും ഞാൻ സംസാരിച്ചത്. അതായത് മുജ്ജന്മത്തിലെ ഉപാസന എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ ജന്മത്തിൽ നടത്തേണ്ടത് എന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ആ ഉപാസനയ്ക്കുള്ള മന്ത്രവും കഴിഞ്ഞ ജന്മത്തിലെ ഉപാസനയുടേത് തന്നെ ജപിച്ചാലേ പൂർണ്ണത വരൂ. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാല് ഇനി നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, യൂട്യൂബിൽ കാണുന്ന പല പല മന്ത്രങ്ങൾ, അതുമല്ലെങ്കിൽ പല ബുക്ക് സ്റ്റാളുകളിലും വാങ്ങാൻ കിട്ടുന്ന ബുക്കുകളിൽ നിന്ന് എടുക്കുന്ന മന്ത്രങ്ങൾ, അതുമല്ലെങ്കിൽ ഗുരുക്കന്മാരാകാൻ യോഗ്യതയില്ലാത്തവരിൽ നിന്ന് സ്വീകരിക്കുന്ന മന്ത്രങ്ങൾ, അത് പല പല കാര്യസാധ്യത്തിന് വളരെ ഉത്തമം എന്നൊക്കെ പറഞ്ഞാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാല് അതും നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ, അതുമല്ലെങ്കിൽ പല ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് ജപിച്ചു കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി അഥവാ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാലും ദൂരവ്യാപകമായിട്ട് അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തൂ എന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ കാരണം ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുറച്ചു നാൾ മുൻപ് ശ്രീവിദ്യയായിരുന്നു ട്രെൻഡ്, പിന്നെ വിഷ്ണുമായ ചാത്തനായി, പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ പ്രത്യങ്കരാദേവിയായി, പിന്നെ അടുത്ത കാലത്ത് വാരാഹിയായി. ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവര് ഇതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാവും, ഉറപ്പാ. സത്യത്തില് ഈ മന്ത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചവരെയാണ് അടിച്ചോടിക്കേണ്ടത്. അതെന്തായാലും ആവട്ടെ, നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും തല വെച്ചു കൊടുക്കാൻ പോകുന്നവരോട് വിധി എന്ന് പറയാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ. അപ്പോ എനിക്ക് നിങ്ങളോട് ഈ നിമിഷത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഇതുപോലെ കണ്ണീ കണ്ട മന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിക്കാതെ ശരിയായ പാതയിലേക്ക് ശരിയായ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം രക്ഷപ്പെടും. അത്രേ പറയാനുള്ളൂ. ഇനി യഥാർത്ഥ ഗുരു ആരായിരിക്കണം എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മുജ്ജന്മത്തിലെ ഉപാസന അത് ഏതാണ് എന്ന്
ഈ ജന്മത്തിൽ തെളിഞ്ഞു കിട്ടാൻ യോഗമില്ലാത്ത നിർഭാഗ്യവാന്മാരും ഉണ്ടാവട്ടോ. അവർക്ക് അത് അടുത്ത ജന്മങ്ങളിൽ കിട്ടുമായിരിക്കും എന്ന് പറയാനേ നമുക്ക് സാധിക്കൂ. കാരണം അവര് തന്നെ ഇതറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കണമല്ലോ. അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ അവർക്ക് മന്ത്രവും കിട്ടില്ല, ജീവിതവും പാഴാകും. ജീവിതം പാഴാകും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ജന്മത്തിൽ നിങ്ങൾ ഒന്നുമാകാതെ മരിക്കും എന്നൊന്നും അല്ലാട്ടോ. മുജ്ജന്മ സുഹൃതം കൊണ്ട് ചിലപ്പോൾ പണം ഉണ്ടായിരുന്നിരിക്കാം, നല്ല മക്കളുണ്ടായിരുന്നിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിത ലക്ഷ്യമായ മോക്ഷപ്രാപ്തി അത് ചിലപ്പോൾ സംഭവിച്ചു എന്നിരിക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഗുരുവിനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ച് പറയാം. നന്ദി, നമസ്കാരം.